എല്ലാവർക്കും kavisdreamtube സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഇതുപോലുള്ള കളർഫുൾ ബട്ടർഫ്ലൈസ് നമുക്ക് എളുപ്പത്തിൽ ചെയ്തെടുക്കാനുള്ള വീഡിയോ ആണ്. അധികം സ്റ്റെപ്സോ കാര്യങ്ങളോ ഒന്നുമില്ല, നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് ചെയ്തെടുക്കാം. ഓക്കെ, അപ്പോൾ അധികം സംസാരിച്ച് സമയം കളയുന്നില്ല, നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഓക്കെ, ഇന്നത്തെ അപ്പോൾ നമ്മുടെ ഈസി ബട്ടർഫ്ലൈക്ക് നമുക്ക് ഇതുപോലുള്ള 2 കളർ പേപ്പർ ആയിരിക്കും വേണ്ടത്. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് റൗണ്ടിലാണ് കട്ട് ചെയ്തെടുക്കേണ്ടത്. റൗണ്ടിൽ ഒരു വലിയ പേപ്പറും ഒരു ചെറിയ പേപ്പറും. വലിയ പേപ്പറിന്റെ ഡയമീറ്റർ എന്ന് പറയുന്നത് 8 സെന്റിമീറ്റർ ആണ് കേട്ടോ. വലിയ പേപ്പറിന്റെ ഡയമീറ്റർ 8 സെന്റിമീറ്റർ. അപ്പോൾ ഇതിന്റെ റേഡിയസ് എന്ന് പറയുന്നത് 4 സെന്റിമീറ്റർ ആയിരിക്കും. ഓക്കെ, ചെറിയ പേപ്പറിന്റെ, അതായത് നിങ്ങൾ വേറെ കളറിലെ പേപ്പർ എടുക്കുക. അപ്പൊ നിങ്ങൾക്ക് നല്ല ഭംഗിയായിരിക്കും ആ ഒരു കോമ്പിനേഷൻ കാണാൻ. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറിലെ പേപ്പർ എടുക്കുക. അപ്പൊ ചെറിയ പേപ്പറിന്റെ ഡയമീറ്റർ എന്ന് പറയുന്നത് 6 സെന്റിമീറ്റർ ആണ്. അപ്പോൾ അതിന്റെ റേഡിയസ് എന്ന് പറയുന്നത് 3 സെന്റിമീറ്റർ ആയിരിക്കും. ഓക്കെ, അപ്പൊ നമ്മൾ അങ്ങനെ 2 പേപ്പർ എടുത്ത് വെക്കാം. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഇതിനേക്കാളും കുറച്ചുകൂടി വലിയ ബട്ടർഫ്ലൈസ് അല്ലെങ്കിൽ ചെറിയ ബട്ടർഫ്ലൈസ് ആണ് ചെയ്തെടുക്കേണ്ടെങ്കിൽ നിങ്ങൾ അതിന്റെ മെഷർമെന്റ്സ് ഒന്ന് മാറ്റി കൊടുത്താൽ മതി. ഓക്കെ, അപ്പൊ നമുക്ക് ഇത് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. വളരെ എളുപ്പമാണ്. ഈ ഒരു പേപ്പർ, അതായത് വലിയ പേപ്പർ എടുക്കുക. വലിയ പേപ്പർ ആയിരിക്കും ബട്ടർഫ്ലൈയുടെ മുകളിലത്തെ പാർട്ടിൽ വരേണ്ടത്. അതിനെ നേരെ ഇങ്ങോട്ടേക്ക് അങ്ങ് മടക്കുക. നേരെ ഓപ്പോസിറ്റ് നമ്മുടെ കയ്യിൽ വെച്ചങ്ങ് മടക്കുക. അതിനുശേഷം ആ പേപ്പറിനെ ഇങ്ങനെ മടക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു ഷേപ്പിലായിരിക്കും കിട്ടുന്നത്. ഓക്കെ, ഇനി അതുപോലെ തന്നെ ചെറിയ പേപ്പർ അതുപോലെ തന്നെ ഇങ്ങോട്ടേക്ക് മടക്കുക. അതിനുശേഷം ഇങ്ങോട്ടേക്കും കൂടി മടക്കുക. ഓക്കെ, 2 മടക്കി നമ്മൾ ആ മടക്ക് കറക്റ്റായിട്ടൊന്ന് വെച്ചു കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഈ പേപ്പർ ഇങ്ങനെ നൂത്ത് വെക്കാം. അതുപോലെ തന്നെ ഇതും ഇങ്ങനെ നൂത്ത് വെക്കാം. അതിനുശേഷം ഈ ഓപ്പൺ ആയിരിക്കുന്ന ഈ ഒരു പോർഷൻ ഉണ്ടല്ലോ, അവിടേക്ക് ഈ ബട്ടർഫ്ലൈയുടെ ഈ ഓപ്പൺ ആയിരിക്കുന്ന ഈ ഒരു പോർഷൻ ഉണ്ടല്ലോ, അത് രണ്ടും കൂടി ഇങ്ങനെ ചേർത്ത് വെക്കുക. ഓക്കെ, രണ്ടും ഇവിടെ ഓപ്പൺ ആയിരിക്കുന്ന പോർഷൻ ആയിരിക്കണം. ഇങ്ങനെ ചേർത്ത് പിടിക്കുക. അതായത് 2ന്റെ മടക്കുകൾ കറക്റ്റായിട്ട് നേരെ നേരെ വരുന്ന പോലെ ചേർത്ത് അങ്ങനെ പിടിക്കുക. അതിനുശേഷം നമുക്ക് ഈ 2 മടക്കുകൾ, അതായത് ഈ ഓപ്പൺ ആയിരിക്കുന്ന സൈഡ്, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അവിടേക്ക് പിടിച്ചിട്ട് നേരെ ഇങ്ങനെ സ്റ്റാപ്ലെയർ വെച്ചിട്ട് ആ മടക്ക് നോക്കി അങ്ങ് അടിച്ചു കൊടുക്കുക. ഓക്കെ, അപ്പൊ ഇങ്ങനെ വരും. എന്നിട്ട് നമുക്ക് മുകളിലത്തെ ആ പോർഷനും അതിൽ കൂടി ഇങ്ങനെ ഒന്ന് വിരൽ വെച്ച് കൊടുത്തിട്ട് നമുക്ക് ആ ഫോൾഡിങ് ഒന്ന് കറക്റ്റായിട്ട് എടുത്തു കൊടുക്കാം. അതുപോലെ തന്നെ ഇപ്പുറത്തെ സൈഡിലും അങ്ങനെ ഫോൾഡിങ് ഒന്ന് കറക്റ്റായിട്ട് എടുത്തു കൊടുക്കുക. ഇങ്ങനെ ഒന്ന് ചെയ്തെടുക്കുക. ഒന്നൊരു എതള് പോലെ ഒന്ന് വിരിച്ചെടുക്കുക. ഓക്കെ, ഇനി അടിയിലും അങ്ങനെ തന്നെ നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഫോൾഡിങ് ഒന്ന് എടുത്ത് കറക്റ്റായിട്ട് വെച്ചു കൊടുക്കുക. ഇത്രയേ ഉള്ളൂ കാര്യം. നമ്മുടെ ബട്ടർഫ്ലൈ റെഡിയായി കഴിയും. ഇത് രണ്ടും കൂടി ഇങ്ങനെ ഒന്ന് ചേർത്ത് പിടിച്ചു കൊടുക്കുക, ഒന്ന് വിരിച്ചെടുക്കുക. നല്ല കുഞ്ഞി ബട്ടർഫ്ലൈ റെഡിയായി കഴിഞ്ഞു. ഇത്രയുള്ള കാര്യം. പക്ഷേ എങ്കിൽ ഇതിന് നമുക്കൊരു കൊമ്പും കൂടി വെച്ചു കൊടുക്കാം. അപ്പൊ അടിയിൽ വരുന്ന കളറിനനുസരിച്ചുള്ള കൊമ്പ് മുകളിൽ കൊടുക്കുക. ഓക്കെ, അപ്പൊ നമുക്കിനി കൊമ്പ് വെച്ചു കൊടുക്കാം. കൊമ്പുണ്ടാക്കുന്നത് നമ്മൾ ആൾറെഡി പഠിച്ചിട്ടുണ്ടായിരുന്നു. ഒരു നീളമുള്ള പേപ്പർ എടുത്തിട്ട് അതിന്റെ അറ്റം ഇങ്ങനെ ചുരുട്ടി കൊടുത്ത് കൊമ്പുണ്ടാക്കുക. ഇനി നമുക്ക് ഈ ഒരു സ്റ്റാപ്ലെയർ അടിച്ച ഈ ഒരു പോർഷൻ ഉണ്ടല്ലോ, അതായത് മുകളിലത്തെ വലിയ പേപ്പറിന്റെ അവിടേക്ക് നമുക്ക് ഇച്ചിരി ഗം അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇനി നമുക്ക് ആ കൊമ്പ് അവിടേക്ക് അങ്ങ് ഒട്ടിച്ചു കൊടുക്കാം. നല്ല ഭംഗിയാണ്. വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്തെടുക്കാം ഈ കുഞ്ഞി ബട്ടർഫ്ലൈ. ഓക്കെ, നമുക്ക് ക്രാഫ്റ്റ് ആയിക്കോട്ടെ, കുക്കിംഗ് ആയിക്കോട്ടെ, എന്താണെങ്കിലും നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കുന്നതിനോട് ഒരു പ്രത്യേക ഇഷ്ടമായിരിക്കും. അങ്ങനെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റിയ ബട്ടർഫ്ലൈ ആണിത്. ഓക്കെ, അപ്പൊ ഞാൻ അങ്ങനെ ചെയ്തെടുത്ത ബട്ടർഫ്ലൈസ് ആണ് ഇവയെല്ലാം. നമുക്ക് ഭംഗിയായിട്ടും വളരെ എളുപ്പത്തിലും ഇതൊക്കെ ചെയ്തെടുക്കാൻ പറ്റും. ഈ ഒരു കൊമ്പ് ഞാൻ ഈ 2 കളറിലും അല്ല കൊടുത്തിരിക്കുന്നത്, ബ്ലാക്ക് കളറിലാണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ അത് കുറച്ചും കൂടി വേറെ ലുക്ക് കിട്ടും. അപ്പൊ നമുക്ക് പല വലിപ്പത്തിൽ, പല കളർ കോമ്പിനേഷനിൽ, പല രീതിയിൽ നമുക്കിത് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അതുപോലെ തന്നെ കൊമ്പുകൾ ഒട്ടിച്ചു കൊടുക്കുമ്പോൾ ഇച്ചിരി കൂടി ഫ്രണ്ടിലേക്ക് കയറ്റി ഇങ്ങനെ ഒട്ടിച്ചു കൊടുത്താൽ ഫ്രണ്ടിൽ ഇങ്ങനെ കൊമ്പ് നിന്നിട്ട് അതും നല്ലൊരു ഭംഗിയായിരിക്കും. ഓക്കെ, അപ്പൊ നിങ്ങളും ഈ ഒരു ഈസി ആയിട്ടുള്ള ബട്ടർഫ്ലൈ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ കമന്റ് സെക്ഷനിൽ പറയുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ചാനൽ ആരെങ്കിലും പുതിയതായിട്ട് കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കണേ. ഓക്കെ, അപ്പൊ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.